ആഗോളവൽക്കരണവും വ്യവസായവൽക്കരണവും ലോകമെമ്പാടും അനന്തമായ തൊഴിലവസരങ്ങളിലേക്കുള്ള വാതായനങ്ങളാണ് പുതുതലമുറയുടെ മുന്നിൽ തുറന്നിടുന്നത്. നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ നിന്നും മാറി ചിന്തിച്ച് ആഗോള നിലവാരത്തിലുള്ള പരിശീലനം ലഭിക്കാൻ ഉതകുന്ന മേഖലകളിലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഈ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സഹായകമാണ്. അത്തരത്തിൽ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ശോഭിക്കാൻ കഴിയുന്നതും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഒരുക്കുന്നതുമായ മേഖലയാണ് ഏവിയേഷൻ മാനേജ്മെന്റ്. 2004 AJ ഫൗണ്ടേഷന്റെ കീഴിൽ ആരംഭിച്ച AJ ഏവിയേഷൻ അക്കാദമിയാണ് ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രിയോടൊപ്പം പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഏവിയേഷനും നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം. മികച്ച ക്യാമ്പസും ആധുനിക ക്ലാസ് മുറികളും പ്രാക്ടിക്കൽ ലാബുകളും ഇവിടെ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രൊഫഷണലിസത്തിന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഇവിടുത്തെ പ്രത്യേകത. AJ Group of Institutions is not only focusing on academic excellence, it focuses on all-round development of each student. We have budgeted over 50 lakh rupees as student scholarship for next year. കേരളത്തിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിലെ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് എയർപോർട്ട് എയർ ഹോസ്റ്റസ് പരിശീലനം ഇന്നും സ്വപ്നം മാത്രമാവുമ്പോൾ അതിനെല്ലാം മാറ്റം കുറിക്കുന്ന വിപ്ലവമാകുകയാണ് AJ ഏവിയേഷൻ അക്കാദമി കോഴ്സുകൾ. Being a Malayalam Management Academy, we have majority of students coming in from Kerala. Lately, we have seen a lot of students coming in from all over India. We at AJ Foundation, when they take up graduation, we give them 3 diplomas in a year. Basically on cargo and ground handling, airline airport management, and customer service and hospitality, which is part of the course, but we don't charge them. ഇന്ത്യയിലുള്ള ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കൂടുതലായും എയർ ഹോസ്റ്റസ്, പൈലറ്റ്, AME കോഴ്സുകൾക്ക് ഊന്നൽ നൽകുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫഷണൽ ബിരുദത്തോടൊപ്പം 3 എയർപോർട്ട് മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സുകളുമായി 100% പ്ലേസ്മെന്റോടുകൂടി വന്ന ആദ്യ സ്ഥാപനമാണ് AJ ഏവിയേഷൻ അക്കാദമി, ബാംഗ്ലൂർ. There are a lot of job vacancies in these aviation industries because inside these countries there are 17 international airport and almost 86 domestic international underused, and some airport they planned some airport in this country like Kannur airport in Kerala, Idukki airport also in Kerala, and some almost 15 airports in Karnataka and other states. കേരളത്തിൽ നിന്നും വന്ന് ഇവിടെ ബാംഗ്ലൂരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുക, അതും കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉയർച്ചയും തൊഴിൽ സാധ്യതകളും മനസ്സിൽ കണ്ടുകൊണ്ട്, അതാണ് AJ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ മിസ്റ്റർ പ്രവീൺ ജി തമ്പി നമുക്ക് നൽകിയിരിക്കുന്നത്. പുതിയതായി ഇന്ത്യയിൽ 240ഓളം പുതിയ എയർപോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ പുതിയ 240 എയർപോർട്ടുകൾ വരികയാണെങ്കിൽ അത്രയും തൊഴിൽ സാധ്യത എവിടെ ഉണ്ടാകും. സാധാരണമായി നമ്മൾ കാണുന്നത് പൈലറ്റ് അങ്ങനെയുള്ള കോഴ്സുകളാണ്, ടെക്നിക്കൽ ATC അങ്ങനെയുള്ള കോഴ്സുകൾക്ക്, അല്ലെങ്കിൽ AME കോഴ്സുകൾ, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സ്, അതെല്ലാം ടെക്നിക്കലാണ്. അവിടെ സയൻസ് നിർബന്ധമാണ്. പക്ഷേ മാനേജ്മെൻറ്റ് കോഴ്സ് എയർപോർട്ടുകൾ വരുമ്പോൾ തീർച്ചയായും മാനേജ്മെൻറ്റ് കോഴ്സസ് ഉണ്ടാവും, സാധ്യതകളുണ്ട്. അതിന് വിദ്യാർത്ഥികളെ ആവശ്യമായി വരും. അത് മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കോഴ്സിനെ കുറിച്ച് ചിന്തിച്ചത്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇഷ്ടവിഷയമായി +2 കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏവിയേഷൻ രംഗത്തെ ആദ്യത്തെ പ്രൊഫഷണൽ കോഴ്സാണ് AJ ഏവിയേഷൻ നൽകുന്ന എയർപോർട്ട് മാനേജ്മെന്റ് ഡിഗ്രി കോഴ്സ്. ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു കോഴ്സ് നിലവിലില്ല. അങ്ങനെ നിലവിലില്ലെങ്കിൽ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഗ്രാജുവേഷനും അതോടൊപ്പം 2 or 3 ഡിപ്ലോമയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നല്ല ജോലി സാധ്യത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയും അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി. ഞാൻ ഈ കോഴ്സ് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ 3 വർഷം BBM ഒപ്പം തന്നെ 6 മാസം കൊണ്ട് തീർക്കേണ്ട ഒരു ഡിപ്ലോമ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് കൂടെ കിട്ടുന്നതുകൊണ്ടാണ്. ആഡ്സ്, പ്രോഗ്രാംസ് എല്ലാത്തിനും നല്ല സപ്പോർട്ടീവാണ് ഇവിടുത്തെ ലെക്ചേഴ്സ് ആണെങ്കിലും. ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം 1.5 വർഷം ആയപ്പോഴേക്ക് തന്നെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൽ ജോലി ലഭിച്ചു. 400 മുതൽ 500% വരെ വളർച്ചയാണ് ഇന്ത്യൻ ഏവിയേഷൻ രംഗം കഴിഞ്ഞ ദശകത്തിൽ കൈവരിച്ചിട്ടുള്ളത്. 2015 മാത്രം ഇന്ത്യയിൽ പുതിയതായി 250-ൽ പരം എയർപോർട്ടുകളാണ് ആരംഭിക്കുന്നത്.
ഒരു എയർപോർട്ടിൽ മാത്രം 5000-ൽ പരം പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ജോലി ലഭിക്കും. ഇന്ത്യയിൽ നിലവിലുള്ള 8 എയർലൈൻസുകളിലെയും 2012 നയമനുസരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്ന ഫോറിൻ എയർലൈൻസുകളിലെയും തൊഴിലവസരങ്ങൾ കണക്കിലെടുക്കാതെയാണ് ഈ പട്ടിക. മൂന്ന് ഡിപ്ലോമയാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ആ 3 ഡിപ്ലോമയ്ക്ക് ഫസ്റ്റ് ഇയർ നമ്മൾ കൊടുക്കുന്നത് ഡിപ്ലോമ ഇൻ കാർഗോ ആൻഡ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, സെക്കൻഡ് ഇയർ ഡിപ്ലോമ ഇൻ എയർപോർട്ട് ആൻഡ് എയർലൈൻ മാനേജ്മെൻറ്റ്, തേർഡ് ഇയർ ഡിപ്ലോമ ഇൻ കസ്റ്റമർ കെയർ ആൻഡ് ഹോസ്പിറ്റാലിറ്റി. ഡിപ്ലോമ ഇൻ ഫസ്റ്റ് പറഞ്ഞ ഗ്രൗണ്ട് സ്റ്റാഫ് ആൻഡ് കാർഗോയ്ക്ക് മിനിമം 65,000 rupees ഫീസ് കൊടുക്കണം. ഡിപ്ലോമ ഇൻ എയർപോർട്ട് ആൻഡ് എയർലൈൻ മാനേജ്മെൻറ്റ് പഠിക്കണം 1,80,000 രൂപ തീർച്ചയായും കൊടുക്കണം. മൂന്നാമത്തെ കോഴ്സ് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് 1,50,000 രൂപ വേണം. ഭാഗമായി ഞങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എല്ലാം ചേർത്ത് വരുമ്പോൾ ഒരു 4 ലക്ഷത്തിൽ താഴെ അവർക്ക് ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ, ഫുഡ്, ബുക്സ്, വി ആർ ഗിവിംഗ് ദ ലാപ്ടോപ്പ് ഓൾസോ. എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ 4 lakhs and we are giving the course. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് AJ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഉന്നത വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ലക്ഷ്യമിടുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും AJ ഏവിയേഷൻ അക്കാദമി ഒരു ഉറച്ച കാൽവെപ്പാണ്. തീർച്ച. AJ ഏവിയേഷൻ അക്കാദമി കോഴ്സുകളുടെ അഡ്മിഷനും AJ ഫൗണ്ടേഷൻ നൽകുന്ന സ്കോളർഷിപ്പിനും കോളേജ് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അഡ്രസ്: AJ Group of Institutions, Jalahalli Cross, Bangalore 57. www.ajinstitutions.com. AJ Aviation @ymail.com. Phone 09036197089 9341334676. Kerala 8129862036.